നിങ്ങൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തത് ആകർഷകമായ രീതിയിൽ എങ്ങനെ സംസാരിക്കാം എന്ന് അറിയാത്തതുകൊണ്ടാണ്. ആകർഷകമായ രീതിയിൽ സംസാരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു ചെറിയ കഥ അവതരിപ്പിക്കാം. അനന്തന്റെ യാത്ര. ഒരു മനോഹരമായ ഗ്രാമത്തിൽ അനന്തൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ നല്ല മനസ്സുള്ളവനും കഠിനാധ്വാനിയുമായിരുന്നു. പക്ഷേ അവന് ആളുകളോട് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. അവൻ എന്തെങ്കിലും പറയുമ്പോൾ ആളുകൾ മനസ്സിലാക്കാതെ പോവുകയോ അല്ലെങ്കിൽ അവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ പോവുകയോ ചെയ്യുമായിരുന്നു. ഇത് അവനെ ഒരുപാട് വിഷമിപ്പിച്ചു. ഒരു ദിവസം അവൻ വിഷമിച്ചിരിക്കുമ്പോൾ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന ജ്ഞാനിയായ ആൽബിൻ മുത്തശ്ശൻ അവൻ്റെ അടുത്തെത്തി. അനന്തന്റെ വിഷമം മനസ്സിലാക്കിയ മുത്തശ്ശൻ പറഞ്ഞു, "മോനെ, നിനക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്." അനന്തൻ അത്ഭുതത്തോടെ തലയാട്ടി. "നിന്റെ സംസാരം ഒരു പൂന്തോട്ടം പോലെയാണ്," മുത്തശ്ശൻ പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു. "മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ നീ ശ്രദ്ധിച്ചാൽ എല്ലാവരും അതിലേക്ക് ആകർഷിക്കപ്പെടും." മുത്തച്ഛൻ അനന്തന് ഓരോ പാഠവും പൂന്തോട്ടത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കൊടുത്തു. ശ്രദ്ധയുടെ മണ്ണ്. പൂന്തോട്ടം ഉണ്ടാക്കാൻ ആദ്യം നല്ല മണ്ണ് വേണം. അതുപോലെ നീ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ചു കേൾക്കുക. അവർ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക. നല്ല മണ്ണില്ലാതെ പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ശ്രദ്ധയില്ലെങ്കിൽ സംഭാഷണവും ഉണ്ടാകില്ല. നല്ല വിത്തുകൾ. നീ പൂന്തോട്ടത്തിൽ നല്ല വിത്തുകളല്ലേ നടുകയുള്ളൂ. അതുപോലെ സംസാരിക്കുമ്പോൾ പോസിറ്റീവായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. സന്തോഷം, പ്രോത്സാഹനം, നന്ദി എന്നിവയൊക്കെ നല്ല വിത്തുകളാണ്. പരാതികളും ദേഷ്യങ്ങളും കളയാൻ പറ്റിയ കളകളാണ്. അവയെ ഒഴിവാക്കണം. തെളിച്ചമുള്ള വെള്ളം. ചെടികൾക്ക് ശുദ്ധമായ വെള്ളം വേണം. നീ സംസാരിക്കുന്നത് വ്യക്തവും ലളിതവുമാകണം. വളച്ചുകെട്ടില്ലാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുക. തെളിഞ്ഞ വെള്ളം പോലെ നിന്റെ വാക്കുകളും വ്യക്തമായിരിക്കണം. സൂര്യപ്രകാശം. ചെടികൾക്ക് സൂര്യപ്രകാശം കിട്ടുമ്പോഴാണ് അവ നന്നായി വളരുന്നത്. അതുപോലെ സംസാരിക്കുമ്പോൾ നിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വേണം. നിന്റെ ശബ്ദത്തിൽ സന്തോഷം നിറയണം. സൂര്യപ്രകാശം പോലെ നിന്റെ പുഞ്ചിരിയും മറ്റുള്ളവരിലേക്ക് ഊർജം പകരും. വേരുകളുടെ കരുത്ത്. ചെടികൾക്ക് ശക്തമായ വേരുകൾ വേണം. അതുപോലെ മറ്റുള്ളവരുടെ വികാരങ്ങളെ അനുഭാവപൂർവ്വം മനസ്സിലാക്കി സംസാരിക്കാൻ പഠിക്കുക. അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുക. നിന്റെ സംസാരത്തിന് കരുത്തു നൽകുന്നത് ഈ വേരുകളാണ്. പൂന്തോട്ടത്തിലെ വേലി. പൂന്തോട്ടത്തിന് അതിരുകൾ ഉണ്ടാകുമല്ലോ. അതുപോലെ നിന്റെ ശരീരഭാഷ ശ്രദ്ധിക്കുക. കണ്ണിൽ നോക്കി സംസാരിക്കുക. നിവർന്നു നിൽക്കുക. ഇത് നീ ആത്മവിശ്വാസമുള്ളവനാണെന്ന് കാണിക്കും. വേലി പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്നത് പോലെ നിന്റെ ശരീരഭാഷ സംഭാഷണത്തിന് കരുത്തു നൽകും. പുതിയ തൈകൾ നടുക. പൂന്തോട്ടത്തിൽ പുതിയ തൈകൾ നടുന്നതുപോലെ സംഭാഷണത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് മറ്റൊരാൾക്ക് സംസാരിക്കാനുള്ള അവസരം നൽകും. പുതിയ തൈകൾ പുതിയ പൂക്കളെ നൽകുന്നത് പോലെ പുതിയ ചോദ്യങ്ങൾ പുതിയ വിഷയങ്ങളിലേക്ക് സംഭാഷണത്തെ നയിക്കും. പൂക്കൾക്ക് നിറം നൽകുക. പൂന്തോട്ടത്തിലെ പൂക്കൾക്ക് നിറം നൽകുന്നത് പോലെ ഇടയ്ക്ക് ചെറിയ അഭിനന്ദനങ്ങൾ നൽകുക. ഒരാളുടെ നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുന്നത് അവർക്ക് സന്തോഷം നൽകും. ഇത് നിന്റെ പൂന്തോട്ടത്തിന് കൂടുതൽ ഭംഗി നൽകും. അനന്തൻ മുത്തച്ഛൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. അവൻ ഓരോ ദിവസവും ഈ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങി. പതിയെ പതിയെ അനന്തൻ്റെ സംസാരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആളുകൾ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ്റെ വാക്കുകൾക്ക് മാധുര്യവും വ്യക്തതയും കൈവന്നു. അവൻ സംസാരിക്കുമ്പോൾ എല്ലാവരും ആകർഷിക്കപ്പെട്ടു. അനന്തൻ്റെ സംഭാഷണ പൂന്തോട്ടം പൂത്തുലഞ്ഞു. അങ്ങനെ അനന്തൻ മനസ്സിലാക്കി, മറ്റുള്ളവരുമായി നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കുന്നത് ഒരു കലയാണെന്നും അത് സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും പരിപാലിക്കുമ്പോൾ അത് എല്ലാവർക്കും സന്തോഷം നൽകും. അനന്തന് മാറ്റം വന്നതുപോലെ നിങ്ങൾക്കും ആകർഷകമായ രീതിയിൽ സംസാരിക്കാൻ കഴിയും. അതിന് നിങ്ങൾ മുത്തച്ഛൻ്റെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുക. അത് ജീവിതത്തിൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക.